എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഒരു വിഷുവിന് ഒരു ആശംസ കൊടുത്തിട്ടുണ്ടായിരുന്നു. മഹർ എന്ന് പറഞ്ഞ ഒരു മന്തി റെസ്റ്റോറന്റുകാര് കാണിച്ചു വെച്ച ഒരു തല്ലുകൊള്ളിത്തരം, പോക്കൃത്തരം തന്നെ പറയാം. അതുപോലത്തെ ഒരു പരിപാടിയാണ് അവന്മാര് കാണിച്ചു വെച്ചത്. മനഃപൂർവ്വം അല്ല എന്ന് പറയുന്നു. പക്ഷെ എന്നാൽ പോലും അറിയത്തില്ലടെ ഒരു മതത്തിലേക്ക് ഇങ്ങനെ വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞാല് അല്ലേ, അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല. കാരണം കമന്റ് ഇട്ടവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ചോദ്യങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം അതുപോലത്തെ പരിപാടിയാണ് ഇവിടെ കാണിച്ചു വെച്ചത്. ഒരു മന്തിക്കട, ശരിയാണ്, മന്തിക്കടയ്ക്ക് നമുക്ക് വെജിറ്റേറിയൻ അല്ല എന്ന് നമുക്കറിയാലോ. അപ്പം മന്തിക്കടക്കാര് വിഷുവിന് ആശംസ കൊടുത്തതാണ്. പക്ഷെ ഒരു മന്തി വെച്ചിട്ട് ഹാപ്പി വിഷു എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പം വിഷയം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. കുറേയധികം റിയാക്ഷനും കാര്യങ്ങളൊക്കെ വന്ന ഒരു വിഷയമാണ്. അപ്പം ഈ വിഷയത്തിലൂടെ കടക്കുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടാൻ ശ്രമിക്കാം. ഞങ്ങൾ വളരെ ചെറിയ ഒരു യൂട്യൂബർ ആടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് എന്നെയും കൂടെ ആ വഴി ഒന്ന് രക്ഷപ്പെടുത്ത്. അപ്പം നമ്മൾക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ നമുക്കും ചർച്ച ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പം മെഹർ എന്ന് പറഞ്ഞ ഒരു മന്തിക്കട. അപ്പം ആ മന്തിക്കടയിൽ ഇന്ന് വിഷയമായിട്ട് വന്നിരിക്കുന്നത് വിഷുവിന് മന്തിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് മന്തി കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് ഉത്സാഹത്തോടെ മന്തി കഴിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനെയും കൂടെ വെച്ചിട്ട് ഹാപ്പി വിഷു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ, അതായത് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ മുട്ട പോലും കഴിക്കത്തില്ല. തലേദിവസം കഴിക്കും, അന്നത്തെ ദിവസം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുന്നിടം വരെ ഒന്നും കഴിക്കാറില്ല, മുട്ട നോൺ വെജ് ഒന്നും കഴിക്കാറില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് അപ്പൊ നമുക്കറിയാം പ്യുവർ വെജ് ആണ് ഹിന്ദു. എവിടെ ചെന്നാലും, ഈ ലോകത്ത് എവിടെ ചെന്നാലും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജ് ആണ്. അപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അവതാരവും ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന എല്ലാവർക്കും ഒരു വികാരമുള്ള ഒരു ഇതാണ് ഉണ്ണിക്കണ്ണൻ. അപ്പം ഗുരുവായൂരൊക്കെ വന്നിട്ട് നമ്മൾ അത്രയും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഉണ്ണിക്കണ്ണനൊക്കെ ഇത് കാണുമ്പോൾ രസകരമായിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം ഞാനൊരു അകമഴിഞ്ഞൊരു കൃഷ്ണഭക്തയാണ്. അതായത് ഗുരുവായൂരപ്പനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ദിവസം ഞാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഓ നമോ നാരായണായ എന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ തോന്നിയില്ല. എനിക്ക് എന്റെ മതം ഒന്ന് വ്രണപ്പെട്ട് അങ്ങനത്തെ അങ്ങനത്തെ കാര്യത്തിലോട്ടൊന്നും എനിക്ക് പോയില്ല. അയ്യോ ഇവന്മാരെന്ത് പരിപാടിയാ കാണിച്ചത്, അങ്ങനെ ഒരു ന്യൂട്രൽ ലെവൽ ഒരു ചിന്ത മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ചിലവര് പൊളിറ്റിക്കലായിട്ട് ഇത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നല്ല, ചാൻസ് അവരെടുത്തു, മുതലാക്കി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇത് വരികയും പൊളിറ്റിക്കലായിട്ട് ഇത് യൂസ് ചെയ്യുകയും അങ്ങനെ ഒരു സംഭവം ഇത് ഒരു പ്രൊപ്പഗണ്ട ഇങ്ങോട്ട് അടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഷിയാസ് കരീമും അനിമോളെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നോർത്തിലൊക്കെ ഒരുപാട് സ്പ്രെഡ് ചെയ്താണ്. അപ്പം ഒരു മുസ്ലിം ഹിന്ദുവിനെ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നതിന്റെ പുറകെയാണ് ഇവന്മാരെന്നാണ് ഒരു ഇതുമില്ലാണ്ട് വിഷുവിന് ഒരു കൃഷ്ണനെയും കൃഷ്ണന്റെ ഫോട്ടോയും വെച്ചിട്ട് ഫ്രണ്ടിൽ മന്തിയും വെച്ചിട്ട് മന്തി തിന്നാൻ വരുന്ന കൃഷ്ണനെ ആക്കുന്നത്, പിന്നെ മന്തി വിളമ്പി കൊടുക്കാൻ വരുന്ന കൃഷ്ണനെയൊക്കെ ഇറക്കി വിടുന്നത്. അപ്പൊ ഇതൊരു മുസ്ലിംസ് ആണ് ഇങ്ങനെ ആക്കി വിടുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേറൊരു സംഭവം ഇവിടെ ജനിക്കുകയാണ്. അപ്പം ഒരുപക്ഷെ അത് കൃഷ്ണൻ ഇതിരുന്ന് ഗുരുവായൂരപ്പനൊക്കെ ഇതിരുന്ന് കാണുമ്പോഴത്തേക്ക് തമാശ രീതിയിൽ ഒരുപക്ഷെ കൃഷ്ണൻ അത് കണ്ടേക്കാം. പക്ഷെ ഇവിടെ ഉള്ള ജനങ്ങള് അത് തമാശയായിട്ട് കാണണമെന്നില്ല. ഇത് അവർ യൂസ് ചെയ്യും, അതൊരു വെപ്പണാക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരു ഫൈറ്റിന്, ഹിന്ദുവും മുസ്ലിംസും തമ്മിലുള്ള ഫൈറ്റിന് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാല് പോർക്ക് ഒരു മുസ്ലിംസിനെ കഴിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ചിന്തിക്കട മതം തലയ്ക്ക് പിടിച്ചവര് അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ഓണേഴ്സ് തന്നെ വന്ന് മാപ്പ് പറയുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് തന്നെ മാപ്പ് പറഞ്ഞാലും ഇത് ഇവരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ എന്തായാലും ആ മാപ്പും പറച്ചിലും കേട്ടിട്ട് നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാം. നമസ്കാരം, മെഹർ മന്തിയാൻ ഹിൽസിൽ നിന്നാണ്. കഴിഞ്ഞ വിഷുദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ എന്നാൽ അത് മാറ്റുകയും പകരം നല്ല രീതിയിലുള്ള ഒരു വിഷു ആശംസ പോസ്റ്ററാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഷെയർ ചെയ്തത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഞങ്ങളപ്പോൾ തന്നെ അതെല്ലാം ഒഴിവാക്കിയതാണ്, തടസ്സപ്പെടുത്തിയതാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും മാന്യമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ മാനേജ്മെന്റ് ടീം അപ്പം ഇത് സമൂഹത്തോട്ട് ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ല എന്ന് കണ്ടിട്ട് നമ്മൾ അത് പിൻവലിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് പക്ഷെ എങ്ങനെ ഇത് ഷെയർ ചെയ്ത് പോയി? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാട്സപ്പിലൂടെ അല്ലേ ഷെയർ ചെയ്ത് പോയത്?
അപ്പം ഇവര് പറഞ്ഞു ഇവര് പുറത്തു കൊടുത്ത ഒരു വർക്കാണ്, പുറത്തെ ആള് കാണിച്ച ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇത് കേസായിട്ടുണ്ട്, ഇതിന്റെ ഓണറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേർത്തലയിലാണ് സംഭവം നടന്നത്. അപ്പം എന്താണെങ്കിലും എടേ ഒരു മൂളയും ബോധമില്ല എടേ, എന്താണ് ഈ പടച്ചു വെക്കുന്നത്? ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ട് നടക്കാമോ? എന്തെങ്കിലും ഒരു സാമാന്യ ബോധം വേണ്ടേ? എന്താ ഇതൊരു ഹിന്ദുക്കളുടെ ഒരു നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മതത്തേല്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞ ഒരു മതേതരത്വ രാജ്യമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മതത്തെ കയറി വ്രണപ്പെടുത്തേണ്ട ആ ഒരു സംഭവം അതത്ര നല്ല പരിപാടി ആയിട്ടില്ല. അതിന് തല്ലുകൊളുത്തരം തന്നെയാണ്. ഇതിന് വന്ന ഇനി ബാക്കി വരുന്ന എല്ലാ ഭവിഷ്യത്തുകളും നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ പിടിച്ച വള്ളിയാണ് ഏക്കാലും ഇന്നലെ തന്നെ ഇതിന്റെ പ്രതിഷേധമൊക്കെ ആയിട്ട് ചേർത്തലയിൽ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞു, തെരുവിലോട്ട് ഇറങ്ങി ഇതിന്റെ പ്രതിഷേധമൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ ഓണറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കേസായി എന്ന് തന്നെയാണ്. അപ്പം ഇവര് മാത്രമല്ല, ഇവര് ഓണേഴ്സ് എന്ന് പറഞ്ഞ 2-3 ആൾക്കാരുണ്ട്, 2-3-3-ലധികം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതില് ഇവര് 3 കൂടെ നിന്നിട്ട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. എന്നേക്കാളും അതും കൂടെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇവരെന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞാലും ഇത് അതിനൊന്നും ഒരു പരിഹാരമാകത്തില്ല. കാരണം ഇത്ര ബോധമില്ലാഴികയൊന്നും ആരും കാണിക്കരുത്. ഇത് ഒരു മതത്തിലല്ലേ, ഇത് വേറെ നേരെ തിരിച്ചൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന കോലാഹലം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ ഏപ്രിൽ 15-ന് വിശ്വാസംസ നേരുന്നതിന് വേണ്ടി നമ്മളൊരു പോസ്റ്റർ ചെയ്യുകയുണ്ടായി. പക്ഷേ ആ ഒരു പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു ഇതൊരു നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റർ അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരിലേക്കും ആശംസകൾ എത്തിക്കുകയും ഉണ്ടായി. പക്ഷേ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ എങ്ങനെയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ആ ഒരു സ്ക്രീൻഷോട്ട് വെച്ച് മാക്സിമം ഇപ്പം ചേർത്തല എന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പം ഇന്ത്യ ഇതൊന്നും ഒരു ഇതല്ല, ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവര് വൈറലാകാൻ വേണ്ടിയിട്ട് കാണിച്ച പരിപാടിയാണ്. ഇപ്പൊ ഇന്ത്യ മൊത്തം അറിഞ്ഞുണ്ട് മഹർ എന്ന് പറഞ്ഞ ഒരു ചേർത്തലയിലെ സംഭവം. ഇപ്പം ഇനി അറിയത്തില്ലാത്തവരാരുമില്ല. അപ്പം ഇത് എല്ലാവരും വൈറലാകാൻ വേണ്ടിയുള്ള കുരുട്ടുബുദ്ധിയും കാണിക്കാറുണ്ട്. ഇനി അങ്ങനെ കാണിച്ച എന്തെങ്കിലും തലതിരിഞ്ഞ പരിപാടിയാണോന്നും അറിയത്തില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ഇത് കാലം അല്ലാത്ത കാലം തന്നെയാണ്. അപ്പം എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവര് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു ഇങ്ങനെ ഒരു പോസ്റ്റർ എടുക്കുമ്പോഴത്തേക്ക്. അല്ലെ തന്നെ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, എന്റെ പൊന്നു ചങ്ങായി, ആരെങ്കിലും ഇങ്ങനെ അല്ലേ ഒരു അമ്പലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അവിടെ നോൺ വെജ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പൊ അങ്ങനെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ആ പോസ്റ്റർ അടിച്ചവനെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു ഇത് സ്പ്രെഡ് ചെയ്യത്തില്ല എന്ന്. എന്നിട്ട് വാട്സപ്പ് മുഖേന ഇതിങ്ങനെ പോയി, അത് പിന്നെ എന്താണ് സ്ക്രീൻഷോട്ട് ഇട്ടു, ഇത് നിമിഷങ്ങൾ കൊണ്ട് കത്തി പടർന്നു. അപ്പം ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നിങ്ങൾ തന്നെ അനുഭവിക്കുക. അപ്പം എന്താണെങ്കിലും തലതിരിഞ്ഞ പരിപാടിയായി പോയി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും ബൈ.